18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്ന വാർണർ യുദ്ധമുഖരിതമായ അന്തരീക്ഷത്തിൽ തൻ്റെ പിതാവിനോടും സഹോദരിയോടും കൂടെ അമേരിക്കൻ അധീനതയിലുള്ള ലോങ് ഐലൻഡിൽ താമസിച്ചിരുന്ന കാലം. അവർ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അമേരിക്കൻ മിലിറ്ററി അക്കാഡമി. ഏതു സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ശ്രുതി ആ ദേശനിവാസികളെ എപ്പോഴും ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരുന്നു. ആ ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിലും അന്ന വാർണർ എല്ലാ ഞായറാഴ്ചകളിലും അമേരിക്കൻ സൈനികരെ ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ചെറുപ്പക്കാരായ സൈനികരിൽ പലരും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അന്ന അവരെ കൂടുതൽ യേശുവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുക അവളുടെ ജീവിതത്തിലെ ഒരു ദൗത്യമായി മാറി. അന്ന വാർണർ ഒരു സൺഡേ സ്കൂൾ അധ്യാപിക മാത്രമല്ലായിരുന്നു, പല കവിതകളും അവൾ എഴുതിയിരുന്നു. അന്നയുടെ സഹോദരിയായ സൂസനും ഒരു എഴുത്തുകാരിയായിരുന്നു. 1860 സൂസൻ വാർണർ എഴുതിയ സേ ആൻഡ് സീൽ എന്ന നോവൽ അന്നത്തെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിരുന്നു. ആ നോവലിലെ ഒരു കഥാപാത്രമായ ജോണി എന്ന കുട്ടി ആ കഥയിൽ മരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ജോണിയുടെ സൺഡേ സ്കൂൾ അധ്യാപകൻ കൂടിയായ ലിൻഡൻ എന്ന കഥാപാത്രം ആ ബാലകനെ ആശ്വസിപ്പിക്കുന്നത് അന്ന വാർണർ എഴുതിയ ഒരു കവിത കേൾപ്പിച്ചുകൊണ്ടായിരുന്നു. ലിൻഡൻ ജോണിയുടെ കണ്ണുകളിലേക്ക് നോക്കി സാവധാനം ആ കവിത അവനെ കേൾപ്പിച്ചു. അതിങ്ങനെ: ജീസസ് ലവ്സ് മീ, ദിസ് ഐ നോ, ഫോർ ദ ബൈബിൾ ടെൽസ് മീ സോ എന്ന് തുടങ്ങുന്നതായിരുന്നു ആ കവിത. ഈ കവിതയിലെ വാക്കുകൾ ആ കൊച്ചു ബാലകൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളെ വളരെ പ്രത്യാശാ നിർഭരവും സുന്ദരവുമാക്കി തീർത്തു. യേശു തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസം പ്രാപിച്ച ജോണി സാവധാനം കണ്ണുകൾ അടച്ച് താൻ പ്രിയം വെച്ച കർത്താവിൽ ചേർക്കപ്പെട്ടു. ഈ കവിതയിലെ വാക്കുകൾ ജോണിയുടെ ഹൃദയത്തെ മാത്രമല്ല, ആ നോവൽ വായിച്ച ആയിരക്കണക്കിന് ആൾക്കാരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുക കൂടി ചെയ്തു. യുദ്ധത്തിനായി പോയിരുന്ന പട്ടാളക്കാരുടെ വീടുകളിലെ പ്രിയപ്പെട്ടവർ ഈ കവിത ഏറ്റുപാടി. സൺഡേ സ്കൂൾ കുട്ടികൾക്കും പ്രിയപ്പെട്ട ഒരു പാട്ടാണിത്. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ വരെ ഈ പാട്ട് പലതവണ പാടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അത്രമാത്രം ജനഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു കവിതയായിരുന്നു അന്ന വാർണർ എഴുതിയത്. ആ കവിതയിലെ വരികളിൽ ചിലത് ഇങ്ങനെ: ജീസസ് ലവ്സ് മീ സ്റ്റിൽ ടുഡേ, വാക്കിംഗ് വിത്ത് മീ ഓൺ മൈ വേ, വാണ്ടിങ് us a friend to give, light and love to all who live. Yes, Jesus loves me, the Bible tells me so. പ്രിയരെ, എന്നെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. ഞാൻ ആശ്രയം വെച്ച് എല്ലാവരും എന്നെ കൈവിട്ടു. എന്നെ അവർ വെറുക്കുന്നു. എനിക്കാരുമില്ല എന്നാരെങ്കിലും ഇന്ന് ചിന്തിക്കുന്നുവെങ്കിൽ വേദപുസ്തകം ഇന്ന് നമ്മോടായി പറയുന്നു. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം: ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ആരെല്ലാം നമ്മെ വെറുത്താലും കൈവിട്ടാലും, ആരും തന്നെ ഈ ലോകത്തിൽ നമ്മെ സ്നേഹിക്കുവാനില്ല എങ്കിലും, പ്രിയരെ, നമുക്ക് പറയുവാൻ കഴിയുമോ എന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന്? യെസ്, ജീസസ് ലവ്സ് മീ, ദ ബൈബിൾ tells me so. Have a blessed day.